അത് 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 ഹേഷ്. ആരപ്പ വന്നിരിക്കണത്? ആരപ്പ വന്നിരിക്കണത്? നമ്മുടെ നെൽസൺ കുട്ടി. നെൽസൺ കുട്ടി വന്നിരിക്കണു. എത്ര നാളെ നെൽസൺ കുട്ടീനെ കണ്ടിട്ട് അല്ലേ? ഇപ്പോഴെങ്കിലും കാണാൻ വേണ്ടി പറ്റുമല്ലോ, സന്തോഷം. നെൽസൺ കുട്ടി ഒറ്റയ്ക്കല്ല, നമ്മുടെ അരിക്കൂട്ടരുണ്ട്. നെൽസൺ കുട്ടി അനുക്കൂട്ടനും ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ നമുക്ക്. രണ്ടുപേരും നല്ല ചെങ്ങായിമാരാണ്. ഇതാ കുത്തിയിരുന്നിട്ട് ഒരേ സംസാരം. നല്ല രസമുണ്ടായിരുന്നു, കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതാ 4 മിനിറ്റ് സംസാരമാണ്. നമ്മുടെ സൺ TV ചാനലുണ്ടല്ലോ, നിങ്ങൾ കണ്ടുവോ? കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് കേട്ടാ. നമ്മുടെ ജയിലർ 2ന്റെ അനൗൺസ്മെന്റ് വീഡിയോ ആണ് അത്. ഞാൻ സാധാരണ എന്താ ചെയ്യാറുള്ളതെന്നുള്ളത് അറിയോ? ഈ ടീസർ ട്രെയിലർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റ് വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് വീഡിയോ വെച്ചിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ തോന്നുന്ന പരിപാടികളൊക്കെ അടിച്ചു വിടും. പക്ഷെ ഇത് ഞാൻ അങ്ങനെ ചെയ്യണില്ല, റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മുടെ സൽമാൻ ഖാന്റെ പടം ഉണ്ടല്ലോ, ചിക്കന്തറേ ഒന്നും പറയണില്ല. ഞാൻ ആകെ 760 വ്യൂ ആണ് ചിക്കന്തറിന്റെ റിയാക്ഷൻ വീഡിയോയ്ക്ക് എനിക്ക് ആകെ തൊലിച്ച് കിട്ടിയത്. അതവര് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞിടോ അവര്. സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞ ആ വീഡിയോയും പോയി, എൻ്റെ ചാനലിൽ ഒരു സ്ട്രൈക്ക് പോയി. വല്ല ആവശ്യമുണ്ടായിരുന്നു? അവർക്ക് ഇത്ര ദാരിദ്ര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് കേട്ടി, ഇത് 4 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ റിസ്ക് വേണ്ട വെച്ചിട്ട് ആ 4 മിനിറ്റിൻ്റെ അവരുടെ വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി പോണു, അത്രയേ ഉള്ളൂ. രസകരമായിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ, അനൗൺസ്മെൻറ്റ് വീഡിയോ രസമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റേ ജയിലറിൻ്റെ മറ്റേ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട്, രജനീകാന്തിൻ്റെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്ന ഒരു സംഭവം. രസമായിരുന്നു അനൗൺസ്മെൻറ്റ് വീഡിയോ. ആ അനൗൺസ്മെൻറ്റ് വീഡിയോനെ കുറിച്ചിട്ട് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചില പ്രതീക്ഷകൾ എന്നല്ല, ആഗ്രഹങ്ങൾ എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ജയിലർ എപ്പിടി ഇരുന്ന പടം, ജയിലർ വേറെ റേഞ്ചിൽ നിന്ന വേറൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൻ്റെ അകത്ത് തന്നൊരു കിടിലൻ സാധനമായിരുന്നു. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമായിരുന്നു. അപ്പോൾ നമ്മൾ ജയിലർ 2 വരണ സമയത്ത് ജയിലർ പോലൊരു പടം അല്ലെങ്കിൽ ഒരു ആവറേജ് പടം എന്നുള്ള രീതിയിലല്ല നമ്മൾ കാത്തിരിക്കണത്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ജയിലർ 2 എന്ന് പറയുന്ന സമയത്ത് ആപ്പനായിരിക്കണം ജയിലർ 2 അല്ലേ? അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ, ഗംഭീരമാവണം. ഇപ്പം നമ്മൾ ലൂസിഫറിൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ എന്താണ്, ലൂസിഫർ ഒരുപാട് ലെയേഴ്സ് ഉള്ള വേറെ റേഞ്ചിൽ നിൽക്കുന്ന ക്ലാസ് സാധനമാണത്. ക്ലാസ് മാസമൊക്കെ ചേർന്ന് ഒരു കിട്ടില്ല സാധനമായിരുന്നു അത്. അപ്പോൾ ഈ എമ്പുരാൻ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കണത്? ലൂസിഫർ പോലൊരു സിനിമ അല്ലെങ്കിൽ എന്നുള്ളൊരു പടമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധനം ആണ്. അപ്പോൾ പൃഥ്വിരാജാണ് അതെന്തായാലും അതിൻ്റെ അപ്പുറത്ത് തരുന്നുള്ള കാര്യം നമുക്ക് അറിയാം. പുള്ളിയിലുള്ളൊരു വിശ്വാസമാണ്, പണി അറിയാവുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ ജയിലർ 2ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ജയിലർ 2 തന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഹെവി ആയിരുന്നു. 1 തന്നൊരു എക്സ്പീരിയൻസ് ഹെവി ആയിരുന്നു. 2ലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടിയും ഹെവി ആക്കിയിട്ട് നെൽസൺ കൂട്ടാൻ തരും എന്നുള്ളതാണ് ഒരു വിശ്വാസം. പിന്നെ നെൽസൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പാവം, എനിക്ക് അയാളോട് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹമൊക്കെ ഉണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. കാര്യം ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി, തല്ലിപ്പൊളി സിനിമ. അയ്യോ തല്ലിപ്പൊളി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എനിക്ക് തീരെ പറ്റിയില്ല, ഒരു തരത്തിലും വർക്കാവാത്തൊരു തൊലിഞ്ഞ പടം. എന്തിനാണ് ആ പടം എടുത്തതെന്ന് പോലും എനിക്ക് ആക്ച്വലി ഇപ്പം ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അമ്മാതിരി തല്ലിപ്പൊളി സിനിമയായിരുന്നു ബീസ്റ്റ്. അപ്പോൾ ആ സിനിമ ഇറങ്ങി പൊട്ടിയ സമയത്ത് അയ്യോ നെൽസന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരം പറഞ്ഞു കഴിഞ്ഞാൽ ரொம்ப പരിതാപകരം. ട്രോള് വിമർശനങ്ങൾ, അതേപോലെ തന്നെ ആൾക്കാർക്ക് അയാളോടുള്ളൊരു വിശ്വാസം പോകുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുക അവസ്ഥയായിരുന്നു, പരിതാപകരമായിരുന്നു. അപ്പൊ அப்படி இருந்த நெல்சன் என்ன பண்ணிட்டாரு நீங்க சொல்லு. அப்படி இருந்த நெல்சன் என்ன பண்ணிட்டாரு? ദുഃഖിച്ചൊരു മൂലയിൽ പോയി ഇരുന്നില്ല. അണ്ണ രജനീകാന്തിനെ വെച്ചിട്ട് ജയിലർ ഇറക്കി, ജയിലർ തന്നു. ഈ ഊക്കിയിട്ടവരെ കൊണ്ടും ട്രോൾ ചെയ്തവരെ കൊണ്ടൊക്കെ തന്നെ കൈയടിപ്പിച്ചു. നെൽസൺ പണിട്ടാറ്, നെൽസൺ ജയിച്ചിട്ടാന്ന് പറയിപ്പിച്ചു. അതാണ് നെൽസൺ. നെൽസണോടൊരു സ്നേഹമുണ്ട്, ബഹുമാനമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, നെൽസൺ എന്തായാലും കിടുക്കനായിട്ട് ജയിലർ പണി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംശയമില്ല എന്നുള്ളതല്ല, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടതല്ലേ. ഞാൻ ജയിലർ ഏകദേശം 3-4 തവണയെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ അഭിമാനിക്കുന്നു, സീരിയസ്ലി എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ സിനിമ പ്രാന്തന്മാരെ കുറിച്ചിട്ടാണ് പറയണത്, നമ്മളെ പോലത്തെ പ്രാന്തന്മാരെ കുറിച്ചിട്ടാണ് പറയണത്. അല്ലാതെ സിനിമ എപ്പോഴെങ്കിലൊക്കെ പോയിട്ട് തിയേറ്ററിൽ ടൈം പാസിന് പോയി കാണുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല പറയുന്നത്. സിനിമ പ്രാന്തന്മാരെ സംബന്ധിച്ചിടത്തോളം ജയിലർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ആളുകൾ ലക്കിയാണ്. അജാതി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജയിലർ. രജനീകാന്തിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തു നെൽസൺ. രജനീകാന്തിനെ കൊണ്ട്
ഈ എടുത്ത പൊങ്ങാത്ത സാധനമൊന്നുമല്ല ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതായത് തുമ്പയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല നെൽസൺ ജയിലറിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ആ സിനിമയുടെ. മനസ്സിലായ? അതായത് വലിയ കടിച്ച പൊട്ടുന്ന ഡയലോഗുകളോ അല്ലെങ്കിൽ ആക്ഷൻ അടിച്ച് തീർപ്പിക്കുക അതൊന്നുമില്ല. രജനീകാന്തിൻ്റെ സ്വാഗ് ഉപയോഗിച്ചു. അത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അങ്ങനെ എന്ത് കാട്ടി മേക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചു. അത് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു. അനിയുടെ മ്യൂസിക്കും കൂടി ആയപ്പോഴേക്കും എന്താണ് സാധനം അങ്ങോട്ട് ഹെവി ആയി. അതാണ് ബുദ്ധിയുള്ള ഡയറക്ടർ എന്ന് പറയുന്നത്. എങ്ങനെ ഒരാളെ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം അറിയുന്നവനായിരിക്കണം ഡയറക്ടർ. അത് നെൽസൺ എന്തായാലും നല്ല രീതിയിൽ ജയിലറിൽ പണി വിട്ടു. പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എലവേഷൻസ് ഒക്കെ അതൊക്കെ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി ആണെന്നേ. മ്യൂസിക്കും ഓഫ് കോഴ്സ്, പക്ഷേ അവരൊരു മേക്കിംഗ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതൊരു വലിയ ഫാക്റ്റാണ്. ആ മറ്റേ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇൻ്റർവെൽ ബ്ലോക്ക്. ഇൻ്റർവെല്ലിന് മുമ്പുള്ള സീന് തിയേറ്ററിൻ്റെ അകത്ത് വേറൊരു വൈവായിരുന്നേ, വേറൊരു അന്തരീക്ഷം ഒരു തിയേറ്ററിൻ്റെ അകത്ത്. ഒയ്യോ ഹെവി സാധനം. അതൊക്കെയാണ് അവിടെ ആ ഒരു ആംബിയൻസ് സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതാണ് ജയിലറിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയുമ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും വരുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അന്ന് കിട്ടിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 തവണ കണ്ടിട്ടും ബോറടിക്കാത്തൊരു സിനിമ അത് തിയേറ്ററിൽ പോയിട്ട്. അപ്പോൾ അത് മേക്കിങ്ങിൻ്റെ ഒരു മികവ് തന്നെയാണ്. അതിൻ്റെ അകത്ത് കഥയുണ്ടോ ഗംഭീരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ വലിയ കൊണാണ്ടത്തെ കഥയോ വാങ്ങാത്തൊരു ഒന്നുമില്ല. ഒരു കഥ അതിനെ എന്താ ഇങ്ങനെ എടുത്തങ്ങോട്ട് വെച്ചിരിക്കണു. അനിയുടെ മ്യൂസിക്കും കൂടി അങ്ങോട്ട് പടച്ചു വിട്ടിരിക്കണു. അതാണ്. പിന്നെ ആ ഇൻ്റർവെല്ലിൻ്റെ സീൻ പറയാനാണെങ്കിൽ ഹെവി. പിന്നെ നമ്മുടെ ലാലേട്ടൻ വരുന്നു, ശിവേട്ടൻ വരുന്നു. ഈ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടാവും, ശിവേട്ടൻ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഉണ്ടായ രസമായി. രണ്ടുപേരും കലക്കനല്ലേ. ലാലേട്ടനൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എപ്പിടി യൂസ് പണിട്ടാറെന്ന് പാറ് നെൽസൺ, എപ്പിടി യൂസ് പണിട്ടാറ്. ലാലേട്ടൻ്റെ ഇൻട്രോ ആണെങ്കിലും ആ ഒരു വോക്കാണ് അറിയില്ല. അത് സ്റ്റൈലിഷ് ആയിട്ടാണ് ആക്ച്വലി എടുത്തിരിക്കുന്നത്. സന്തോഷം തോന്നി സിനിമയിൽ ലാലേട്ടനെ കണ്ടപ്പോൾ. കാര്യം അന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയാണല്ലോ മൂപ്പരെ ഒന്ന് അങ്ങനെയൊക്കെ ഒരു ലെവലിൽ കാണണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സംഭവം കുറച്ച് നേരമേ ഉള്ളൂ. കുറേ നേരമൊന്നുമില്ല ലാലേട്ടനും. പക്ഷേ ഉള്ള സമയം മൂപ്പര് നല്ല രീതിയിൽ നെൽസൺ ലാലേട്ടനെ ഉപയോഗിച്ചു എന്നുള്ളൊരു സംഭവമാണ്. എജാതി സ്വാഗായിരുന്നു. പിന്നെ ശിവേട്ടൻ്റെ കാര്യം എടുത്തു പറയണമല്ലോ. ശിവേട്ടനെ ഉപയോഗിച്ചാണെങ്കിൽ നൈസായിരുന്നു. അതിന് മുമ്പുള്ള സിനിമ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ജയിലറിലാണ് ശിവേട്ടനെ ഞാൻ കാണുന്നത്. ശിവേട്ടൻ അപാര സ്വാഗാണ്. അന്നിങ്ങനെ നടന്ന് വരുന്നു, ഇങ്ങനെ നോക്കുന്നു മുകളിലേക്ക്. മറ്റേ സീനേ, ആ സിനിമയിലൊരു സീനുണ്ടല്ലോ, ഇവരുടെ വന്നിട്ടൊരു സീൻ കാണിക്കുന്ന ഒരു പരിപാടി എടുത്തു വെച്ചിരിക്കുകയാണ്. അതൊക്കെ അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു നടനെ കൊണ്ട് ഒരുപാട് ഡയലോഗും ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഒന്നും ചെയ്യിപ്പിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു ആക്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്, ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരങ്ങനെ ഉപയോഗിച്ച് മ്യൂസിക് എങ്ങനെ പ്ലേസ് ചെയ്യണം, എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിച്ച് അങ്ങനെ പണിയാൽ തന്നെ തിയേറ്ററിൽ തരുന്ന വൈബ് എന്ന് പറയുന്നത് ഹെവിയാണ്. പിന്നെ ആ സിനിമയിൽ വിനായകൻ, ഓഫ് കോഴ്സ് വിനായകനൊക്കെ എന്താണ് മറ്റേ രജനീകാന്തിൻ്റെയൊക്കെ മുമ്പിൽ പിടിച്ചിട്ട് ഇരുത്തുക അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് പിടിച്ചിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് അടിപൊളിയല്ലേ. മുമ്പിൽ എന്ത് റേഞ്ചിലാണ് വിനായകനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ. ഒക്കെ നെൽസൺ കൊണ്ടുവന്ന ആൾക്കാരല്ലേ. അപ്പോൾ നെൽസൺ പൊളിയാണ്. പിന്നെ നെൽസനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്നാണെങ്കിലും ആ ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ വിമർശിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അയാളെ കളിയാക്കാനോ അല്ലെങ്കിൽ അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നില്ല. കാരണം അയാൾ അതിന് മുമ്പുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കൊലപാതക ഗോകിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ സെറ്റപ്പ് ഒക്കെയാണ് മൂപ്പരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പണി അറിയാവുന്ന ഒരാളാണ്. പണി അറിയാം, എഴുതാനറിയാം, പുള്ളിക്ക് പണി അറിയാം, എടുക്കാനുള്ള പരിപാടികളൊക്കെ മൂപ്പർക്ക് അറിയാം. മൂപ്പരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ളൊരു തോട്ടുണ്ട്, സിനിമയെക്കുറിച്ചുള്ളൊരു തോട്ടുണ്ട്, ഒരു സിൻസിയറിറ്റി ആക്ച്വലി ഉണ്ട്. അപ്പോൾ പണി അറിയാം. നല്ല പടങ്ങളൊക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട്, ഹിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ ബീസ്റ്റ് എന്തോ വല്ലാത്തൊരു മോശം സിനിമയായി എന്നുള്ളൊരു സംഭവം ഒഴിച്ചാൽ അത് എല്ലാ ഡയറക്ടർക്കും പറ്റുന്നൊരു അമളിയായിട്ട് മാത്രമേ അതിനെ കാണാനുള്ളൊരിതുള്ളൂ. പക്ഷെ അത് പൊട്ടി എന്നുള്ളത് കൊണ്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷം മൂപ്പര് തിരിച്ചു വന്നു, സന്തോഷം. പണിട്ടാറ് നെൽസൺ കലക്കൻ തന്നെയാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ജയിലർ 2 വരുമ്പോൾ നന്നാവട്ടെ. അതിലും വയലൻസ് ഒക്കെ ഉണ്ടാവും തോന്നുന്നില്ലേ. വയലൻസും പരിപാടിയൊക്കെ ആയിരിക്കും തോന്നുന്നു, ഉണ്ടാവണമായിരിക്കും മേ ബി. കാര്യം ഓഫ് കോഴ്സ് ഇത് സാമാന്യ കോമൺ സെൻസ് വെച്ചിട്ട് ഞാൻ പറയണത്. ഞാൻ ഭയങ്കര പ്രതീക്ഷയെ സംസാരിക്കുകയൊന്നുമല്ല. ജയിലർ ഹെവിയായി. അപ്പോൾ ഓഫ് കോഴ്സ് അവർ അതിൻ്റെ വലിയൊരു ഹിറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം കൊണ്ട് വരുമ്പോൾ, പണി അറിയാവുന്ന ഒരാൾ രണ്ടാമത്തെ ഭാഗം കൊണ്ട് വരുന്ന സമയത്ത് അത് എത്രത്തോളം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാലൊന്ന് മനസ്സിലാക്കാനും ഒന്ന് വിശ്വസിക്കാനൊക്കെ തോന്നിപ്പോകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ നെൽസണിന് മാത്രമല്ല ചാലഞ്ച് കേട്ടോ 2 വരുന്ന സമയത്ത്. ഓഫ് കോഴ്സ് അനിരുദ്ധിനും നല്ല ചാലഞ്ചിങ് ആണ്. ബിക്കോസ് അനിരുദ്ധ് ഫസ്റ്റത്തിൽ തന്നെ പണി വെച്ചിട്ടുള്ള മ്യൂസിക് എന്ന് പറയുന്നത് ഹെവിയാണ്. ഹെവി എന്ന് പറഞ്ഞാൽ ഭീകര ഹെവിയാണ്. അവിടെ തന്നെ 100% അങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് 2 വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നീ കൊള്ളാം എന്ന് പറയുന്നതിനെക്കാട്ടിലും ആനിതാ പെപ്പടച്ചു. വണ്ണിന് കൊടുത്തതിനെക്കാട്ടിലും ഹെവി
ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കണത് എന്നുള്ള രീതിയിൽ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ. അത് തന്നെയാണ് അനിരുദ്ധിൻ്റെ ഇന്ന് ജയിലർ 2 നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയുന്നുള്ളൂ, ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. സംഭവം ജയിലർ ഞാൻ വളരെ ആക്രാന്തത്തോടു കൂടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടൊരു സിനിമയാണ് ജയിലർ. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം വരുന്നു പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരു പ്രോമോ അനൗൺസ്മെൻറ്റ് വീഡിയോ മാത്രമാണ് വന്നിട്ടുള്ളത്. ഞാൻ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇങ്ങനെ പറയണത്. ഓൾറെഡി ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പടം വരാൻ വേണ്ടി പോവുകയാണല്ലോ. ഓഫ് കോഴ്സ് അത് കുറച്ച് വൈകിട്ടാണെങ്കിലും വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇതും കൂടി 4 മിനിറ്റിൻ്റെ ഒരു പരിപാടിയും കൂടി കണ്ട സമയത്ത് ഒരു സന്തോഷം. ആ ഒരു കോംബോ വീണ്ടും ഒന്നിക്കുന്നു, രസമല്ലേ. പിന്നെ ലാലേട്ടൻ കേസ്, ശിവേട്ടൻ കേസ് നമുക്ക് അറിയില്ല ഇനി അതിൻ്റെ അകത്തേക്ക് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. വന്നാൽ നന്നായിരുന്നു, അടിപൊളിയാവുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അവരും കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഉണ്ടെങ്കിൽ ரொம்ப സന്തോഷം. ശിവേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വേറെന്താണ്, കൂലി വരാനുണ്ട്. അത് നമ്മുടെ ലോകേഷിൻ്റെ പടം ഒക്കെ പണി അറിയാവുന്നവരുടെ കയ്യിലാണ് കിട്ടുന്നത്. നന്നാവട്ടെ, അടിപൊളി സിനിമയാവട്ടെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒറ്റടിക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ എന്താ സ്റ്റക്കായി, 11 മിനിറ്റ് 19-20 സെക്കൻഡിൽ ഞാൻ സ്റ്റക്കായി. എനിക്ക് കൂടുതലൊന്നും പുതിയതായിട്ട് മനസ്സിൻ്റെ അകത്തേക്ക് വരുന്നില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ജയിലർ 2 അടിപൊളിയാവട്ടെ. നെൽസൺ ഒന്നുകൂടിയും ജയിച്ചിട്ടാറ് എന്നുള്ളത് പറയാനുള്ളൊരു അവസരം വരട്ടെ. രജനിയുടെ സ്വാഗ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ജയിലറിൻ്റെ അപ്പനായി വരട്ടെ ജയിലർ 2. That's it. Bye-bye.